നമസ്തേ. മറ്റുള്ളവർ ചിന്തിക്കുന്നത് പോലെ ചിന്തിക്കുന്നില്ല. നിങ്ങൾ തന്നെ കരുതിയിട്ടുണ്ടാകും എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്നത്. മറ്റുള്ളവരൊക്കെ അങ്ങനെയാണല്ലോ ചിന്തിക്കുന്നത്, പക്ഷേ എനിക്ക് ഈ രീതിയിലാണ് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും പോകുന്നതായിട്ടുള്ള വഴി ശരിയല്ല എന്ന് പറയുവാൻ, അല്ലെങ്കിൽ ശരിയല്ല എന്ന് നിങ്ങൾ പല സമയത്ത് ചിന്തിക്കുകയും നിങ്ങൾ അതിനനുസരിച്ച് ആ വഴിയിൽ പോകാതെ നിങ്ങളുടേതായിട്ടുള്ള ഉള്ളിൽ നിന്നുള്ള ഇൻഡ്യൂഷൻ അനുസരിച്ച് പ്രവർത്തിക്കുകയും അതിനുശേഷം നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വിജയം ഉണ്ടാവുകയും ചെയ്യുന്നതായിട്ടുള്ള അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അതുപോലെ തന്നെ മറ്റ് ചില പ്രത്യേകതകളും കൂടെ ഞാനിനി പറയാൻ പോകുന്ന കാര്യങ്ങളൂടെ കേട്ട് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓർഡിനറി ആയിട്ടുള്ളൊരു ആത്മാവല്ല, അതിനപ്പുറത്തേക്ക് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള, അതിനപ്പുറത്തേക്ക് ചോസൺ ആയിട്ടുള്ള, അതിനപ്പുറത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു ആത്മാവാണ് എന്നുള്ള അവബോധം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ വീഡിയോയിൽ വിശദീകരിക്കുന്നത്. നമ്മളെ പലരും പലതും പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ ചെറുതായിരിക്കുന്ന സമയം തൊട്ടേ നമ്മളെ മതപരമായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്നു. അതിനുശേഷം നമുക്ക് സ്കൂളിൽ നിന്ന് പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നു. വലുതായി കഴിയുമ്പോൾ കലാലയത്തിൽ നിന്ന് പല കാര്യങ്ങൾ പഠിക്കുന്നു. സമൂഹത്തിൽ നിന്നൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നതും നമ്മൾ പഠിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. ഈ വേളകളിലൊക്കെ നിങ്ങൾ കൂടുതലും ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. നിങ്ങൾ ചോദിക്കുന്നത് ഇത് മനസ്സിലാകാത്തത് കൊണ്ടല്ല, എന്തുകൊണ്ട് അങ്ങനെ എന്നുള്ള ചോദ്യം നിങ്ങൾ ഉറക്കെയോ അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലോ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊന്നും അതേപടി എടുത്തു വിഴുങ്ങാനായിട്ട് താല്പര്യമില്ല. നിങ്ങൾ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുകയും ചിലപ്പോൾ നിങ്ങൾ ഈ പറയുന്ന നിങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന കാര്യങ്ങൾ അനുസരിക്കാനായിട്ട് നിങ്ങൾക്ക് അത്ര സുഖകരമായിട്ടുള്ള അവസ്ഥയും അല്ല തോന്നുന്നത്. യു ക്വസ്റ്റ്യൻ മോർ ആൻഡ് യു ഒബേ ലെസ് എന്ന് ഇവിടെ പറയാനായിട്ട് സാധിക്കും. ജീവിതം, മരണം, അതുപോലെ പ്രപഞ്ചം, ഈ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ വളരെ ഡീപ്പായിട്ടുള്ള ക്യൂരിയോസിറ്റി നിങ്ങൾക്കുണ്ടാവുകയാണ്. എന്താണ് ഈ ജീവിതം, അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ അവസ്ഥകൾ, അല്ലെങ്കിൽ മരണം എന്താണ്, അതിനുശേഷമുള്ള മനുഷ്യൻ്റെ അവസ്ഥകൾ എന്തൊക്കെയാണ്. അങ്ങനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടും കൂടുതൽ ആഴത്തിലും നിങ്ങൾക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ യു ആർ ഡിഫറൻറ്റ്. കാരണം എല്ലാവരും ചിന്തിക്കുന്ന ഒരു വഴികളല്ല ഞാൻ ഈ പറഞ്ഞതും ഇനി പറയാൻ പോകുന്നതായിട്ടുള്ള കാര്യങ്ങളും എല്ലാവർക്കും ഉള്ളതായിട്ടുള്ള അടയാളങ്ങളല്ല. ലാർജറായിട്ടുള്ള അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പർപ്പസുമായിട്ട് ഇവിടെ വന്നിട്ടുള്ളതായിട്ടുള്ള, ഓർഡിനറി അല്ലാത്തതായിട്ടുള്ള, സാധാരണ രീതിയിൽ അല്ലാത്തതായിട്ടുള്ള, എക്സ്ട്രാ ഓർഡിനറി അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള ആത്മാക്കളുടെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഈ കാര്യങ്ങളിൽ കൂടുതലും സ്പിരിച്വാലിറ്റിയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നതായിട്ടുള്ള നിങ്ങൾ, ഈ ചാനൽ കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ, പണ്ട് മുതലേ കേൾക്കുന്നവർ, ആകർഷകരായി വന്നവർ, അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇവിടെ സംതിങ്, ഒരു കാര്യം നിങ്ങൾ ഫൈൻഡ് ചെയ്യുകയാണ്. ഞാൻ എൻ്റെ ട്രൈബിനെ കണ്ടെത്തി, അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരു വ്യക്തി എന്നോട് സംസാരിക്കുന്നു, അല്ലെങ്കിൽ എന്നെപ്പോലെ ചിന്തിക്കുന്ന ഒരുപാട് ആളുകൾ അതാ ഇവിടെ സന്നിഹിതരായിരിക്കുന്നു എന്നൊക്കെയുള്ളൊരു തോന്നൽ നമുക്കുണ്ടാകുകയാണ്. അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഒരിക്കലും ഞാൻ ഈ ഒരു മേഖലയിൽ സംസാരിച്ചു തുടങ്ങിയ കാലത്ത് പ്രതീക്ഷിച്ചതല്ല, ഇത്രയും അധികം ആളുകൾ ഈ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ട് എന്നുള്ളത്. പക്ഷെ പിന്നീട് മനസ്സിലായി യഥാർത്ഥത്തിലുള്ള കളക്റ്റീവ് എവല്യൂഷൻ എന്ന് പറയുന്ന ആ കാര്യം നടക്കുന്നുണ്ട് എന്നുള്ളതും, ആ ഷിഫ്റ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതും, അസെൻഷൻ നടക്കുന്നുണ്ട് എന്നുള്ളതും, കളക്റ്റീവായിട്ടുള്ള എവല്യൂഷൻ അല്ലെങ്കിൽ എക്സ്പാൻഷൻ ഓഫ് കോൺഷ്യസ്നെസ്, ബോധമണ്ഡല വികാസത്തിലൂടെ കളക്റ്റീവ് എൻലൈറ്റൻമെന്റിലേക്കുള്ള മനുഷ്യരാശിയുടെ ആ യാത്ര എന്ന് പറയുന്നത് നടക്കാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യമാണെന്നുള്ള അവബോധം എനിക്ക് നിങ്ങൾ വഴിയാണ് ഉണ്ടാകുന്നത്. കാരണം ഇത്രയും ആളുകൾ ഉണ്ടായിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ലോകം ഇനിയും പ്രതീക്ഷയുടെ വെളിച്ചത്തിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ തീർച്ചയായിട്ടും മുൻപേ നടക്കുന്നവരാണ്. മനുഷ്യരാശിയുടെ അടുത്തതായിട്ടുള്ള എവല്യൂഷന്റെ ഭാഗമായിട്ടുള്ള സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് തന്നെയാണ് നമ്മൾ ഓരോ വ്യക്തികളും. അപ്പൊ അത്തരത്തിൽ ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു പർപ്പസ്, വലിയ പർപ്പസ് എന്ന് പറയുമ്പോൾ അത് നമുക്ക് മാത്രം ഗുണമുണ്ടാകുന്ന കാര്യമല്ല, അതിനപ്പുറത്തേക്ക് നമ്മളുടെ ചുറ്റിനുള്ള വ്യക്തികൾ, അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെന്റ്, നമ്മുടെ നേച്ചർ, അങ്ങനെ എന്ത് രീതിയിലുള്ള കോൺട്രിബ്യൂഷനുമാകാം. തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന അടയാളങ്ങൾ നിങ്ങളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ നിങ്ങൾ കണ്ടെത്തുകയാണ് എന്നുണ്ടെങ്കിൽ, അവർക്ക് കൃത്യമായിട്ടുള്ള മോൾഡിംഗ് അല്ലെങ്കിൽ ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ, മോൾഡിംഗ് എന്ന് പറയുന്നതിനേക്കാളും ഗൈഡൻസ് ആണ്. ആ ഗൈഡൻസ് അല്ലെങ്കിൽ ഈ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഇങ്ങനെയാക്കി തീർക്കണം എന്ന് പറയുന്നതായിട്ടുള്ള ഒരു സംഗതിയല്ല. യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ട്രെയിനിങ് ടു തിങ്ക് ആണ്, അല്ലാതെ വേറെന്തെങ്കിലും ഒരു കാര്യത്തിനുള്ള ട്രെയിനിങ് കൊടുക്കുന്നതല്ല. അത് സ്കിൽ ഡെവലപ്മെന്റ് എന്ന് വേണേൽ പറയാം. ട്രെയിനിങ് ടു തിങ്ക് ഇതും ഒരു സ്കില്ല് തന്നെയാണ്. ഇപ്പൊ WHO പറയുന്നതായിട്ടുള്ള ആ ഒരു സ്കില്ലുകളിലൊക്കെ, ലൈഫ് സ്കില്ലുകളിലൊക്കെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. എന്ത് തന്നെയാണെങ്കിലും
യഥാർത്ഥത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കുക, ക്വസ്റ്റ്യൻ ചെയ്യുക, അങ്ങനെ പോകാനുള്ള കപ്പാസിറ്റി ഉള്ള ആളുകൾ തീർച്ചയായിട്ടും സമൂഹത്തെ നയിക്കുന്ന അവസ്ഥയിലേക്ക് വരും. അവർ ചിലപ്പോൾ ഇൻട്രോവേർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ അവർ മറ്റുള്ളവരോട് ഒരുപാട് സംസാരിക്കുന്ന ആളുകളായിക്കൊള്ളണം, അങ്ങനെയൊന്നും യാതൊരു നിർബന്ധവും ഇല്ല. നമ്മൾ സാധാരണ ഒരു നേതാവെന്നൊക്കെ പറയുമ്പോൾ അവൻ ഭയങ്കര വൈബ്രൻ്റ് ആയിരിക്കണം, മറ്റുള്ളവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്ന ആളായിരിക്കണം, ഇടിച്ചു കയറി ചെല്ലാനായിട്ട് സാധിക്കണം, അവസരങ്ങൾ ചോദിച്ചു വാങ്ങാനായിട്ട്, അങ്ങനെയൊക്കെയാണ് സാധാരണ സമൂഹത്തിൻ്റെ വെപ്പെന്ന് പറയുന്നത്. ബട്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് മനുഷ്യരാശിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുക എന്ന് പറയുന്നത് യു ക്യാൻ ഷെയ്ക്ക് ദ വേൾഡ് ഇൻ എ ജെന്റിൽ വേ. വളരെ സൈലന്റ് ആയിട്ട് നിങ്ങൾക്ക് ലോകത്തിനെ കുലുക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്നതായിട്ടുള്ള ആ ന്യൂനപക്ഷത്തിൽ വരുന്നതായിട്ടുള്ള, ലോകത്തിന് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കിയതായിട്ടുള്ള ഗാന്ധിജി മുതൽ, അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക്, ഞാൻ എല്ലാവരുടെയും പേരൊക്കെ ഒത്തിരി വീഡിയോകളിൽ പറഞ്ഞതുകൊണ്ട് ഇവിടെ എടുത്തു പറയുന്നില്ല, അങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെയൊക്കെ നോക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യം, അവരൊക്കെ വളരെ സൈലന്റ് ആയിട്ട്, അവരൊക്കെ ഒരു ന്യൂനപക്ഷമായിരുന്നു. ബട്ട് അവരുടെ ഇമ്പാക്റ്റ്, അവരുണ്ടാക്കിയ എഫക്റ്റ് എന്ന് പറയുന്നത് അതീവ ശക്തവുമായിരുന്നു. അവർ ലോകത്തിന് വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നു. ചിന്തിക്കാതെ കിടന്നതായിട്ടുള്ള മനുഷ്യർക്ക് ഗൈഡൻസ് കൊടുത്തു, ആളുകളെ കൊണ്ട് ചിന്തിപ്പിച്ചു, ആളുകളെ കൊണ്ട് പ്രവർത്തിപ്പിച്ചു. അതിനുശേഷം അവർ വലിയതായിട്ടുള്ള മാറ്റങ്ങൾ, മനുഷ്യന്റെ ജീവിതത്തിന്റെ നിലവാരം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിൽ, ദേശങ്ങളുടെ നിലവാരം മാറ്റിമറിക്കുന്ന രീതിയിലുള്ള കോൺട്രിബ്യൂഷൻസ് അവർ നൽകി എന്നുള്ളതാണ്. ഇനി ഇത്തരത്തിലുള്ള ആത്മാക്കളുടെ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങളുടെ അടുത്ത പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. അടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജീവിതത്തിൽ എസ്പെഷ്യലി ഏർലി ലൈഫിൽ ഭയങ്കരമായിട്ടുള്ള സ്ട്രഗിൾസ് ഉണ്ടാകും. ഇനി ഏർലി ലൈഫിൽ വലിയ സ്ട്രഗിൾസ് ഉണ്ടായിട്ടില്ലെങ്കിലും ഈ കർമ്മ മേഖലയിലേക്ക് എൻ്റർ ചെയ്യുന്നതിന് മുന്നോടിയായിട്ട് സ്ട്രഗിൾസ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ആ ഒരു സ്ട്രഗിൾ ഇറ്റ്സെൽഫ് ആയിരിക്കും ഇത്തരത്തിലുള്ള വ്യക്തികളെ ആ കർമ്മ മേഖലയിലേക്ക് എൻ്റർ ചെയ്യാൻ കാരണമായിട്ട് മാറുന്നത്. ഇങ്ങനെ ചെറിയ കാര്യങ്ങൾ പോലും ചിലപ്പോൾ അതികഠിനമായിട്ട് തോന്നാനുള്ള സാധ്യത വളരെ അധികമാണ്. അടുത്തതായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് റിജക്ഷൻ ആണ്. മുൻപുള്ള വീഡിയോയിൽ ഞാൻ വളരെ വിശദമായിട്ട് ആ റിജക്ഷൻ എന്ന് പറയുന്ന സൈൻ, അതിനെക്കുറിച്ച് മാത്രം ഞാൻ സംസാരിച്ചിട്ടുണ്ട്. റിജക്ഷൻ അനുഭവിക്കുന്ന ആളുകൾക്ക് അവർക്കുണ്ടാകുന്നതായിട്ടുള്ള അവസ്ഥകളും അതിൻ്റെ വിവിധ തലങ്ങളെക്കുറിച്ചും ഒക്കെ. ഈ റിജക്ഷനെ പോലെ തന്നെ ബിട്രയൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഒറ്റുകൊടുക്കുന്നതായിട്ടുള്ള അവസ്ഥകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെയധികമാണ്. ഇതിനോടൊക്കെ അക്കമ്പനി ചെയ്തു വരുന്ന ഒരു കാര്യമാണ് ലോൺലിനെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടുന്നതായിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് മനുഷ്യർ ഒറ്റപ്പെടുന്നു എന്നുള്ളത് മുൻപ് ഞാൻ സംസാരിച്ചതുകൊണ്ട് ഇവിടെ വിശദമായിട്ട് സംസാരിക്കുന്നില്ല. എങ്കിലും അതിലേക്കുള്ളൊരു ഹുക്ക് ഞാൻ പറയുകയാണ്. അതായത് പ്രപഞ്ചത്തിന് നിങ്ങളോട് സംവദിക്കണം, നിങ്ങളോട് സംസാരിക്കണം, നിങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി ഇൻട്രോസ്പെക്റ്റ് ചെയ്യണം. അല്ലെങ്കിൽ ആ നിങ്ങളുടെ ഉള്ളിലെ ദൈവിക ശക്തിയെ സ്വയം തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമുക്ക് യൂണിവേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ എൻവയോൺമെൻറ്റ് നൽകുന്നതായിട്ടുള്ള അവസരങ്ങൾ തന്നെയാണ് യഥാർത്ഥത്തിലുള്ള ഈ ലോൺലിനെസ് എന്ന് പറയുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ ശാശ്വതമല്ല ബന്ധങ്ങൾ എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ബന്ധങ്ങൾ നമ്മളിലേക്ക് വരും, ചിലപ്പോൾ അത് കടന്നു പോകാം. എല്ലാ ബന്ധങ്ങളെയും എപ്പോഴും പിടിച്ചു നിർത്താനായിട്ട് ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾക്ക് യഥാർത്ഥത്തിൽ ഒരിക്കലും നമുക്ക് ഡിസ്കണക്റ്റ് ആയി പോകാത്തതായിട്ടുള്ള ഒരു ബന്ധമെന്ന് പറയുന്നത് ഇൻട്രോസ്പെക്ഷനിലൂടെ നമ്മളെ തന്നെ കണ്ടെത്തുന്നതായിട്ടുള്ള അവസ്ഥയാണ്. അത് പ്രപഞ്ചവുമായിട്ടുള്ള ബന്ധമാണ്, അത് ഈശ്വരനുമായിട്ടുള്ള ബന്ധമാണ്. ആ ബന്ധം വൺസ് നമ്മൾ റിയലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ബന്ധങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എ കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് ഫീൽ ചെയ്യുന്നുള്ളതാണ്. ആ ഡിറ്റാച്ച്മെന്റ് എന്ന് പറയുന്നത് മറ്റുള്ള ബന്ധങ്ങളെയൊക്കെ ഡെസ്പറേറ്റ് ആയിട്ട് ഇട്ടുപോകുന്ന അവസ്ഥയല്ല ഒരിക്കലും. പക്ഷേ ആ ബന്ധങ്ങൾക്ക് അപ്പുറത്തേക്ക് അതിനേക്കാൾ ശക്തമായിട്ടുള്ള ഒരു എർത്തിങ്, ഒരു റൂട്ടിങ് നമുക്കുള്ള സമയത്ത് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ കർമ്മമാണ് പ്രധാനം. അതിനോടൊപ്പം തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ അതിനനുസരിച്ച് അലൈൻ ആകുമെന്നുള്ളൊരു തിരിച്ചറിവ് നമുക്കുണ്ടാകുന്ന സമയത്ത് മറ്റുള്ള അറ്റാച്ച്മെന്റ്സിലേക്ക് നമുക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല, മറ്റുള്ള ബന്ധങ്ങളെ പിടിച്ചു നിർത്തേണ്ടതായിട്ടുള്ള അവസ്ഥകൾ വരുന്നില്ല. ആ രീതിയിലാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഡിറ്റാച്ച്മെന്റ് എന്നുള്ള അർത്ഥത്തിനെ കാണേണ്ടത്. നമ്മൾ ഈ ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സംസാരിക്കുന്നത് പ്രാചീനമായിട്ടുള്ള കാര്യങ്ങളിൽ പറഞ്ഞു വെച്ച ചില കാര്യങ്ങൾ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിലും അതിൻ്റെ ശരിയായിട്ടുള്ള വ്യാഖ്യാനമാണ് നമ്മൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്നത്. അത് ഗൗതമ സിദ്ധാർത്ഥ ബുദ്ധൻ പറഞ്ഞതായാലും ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതായാലും ഏൻഷ്യന്റ് ഹിന്ദുയിസ്റ്റിക് സ്ക്രിപ്റ്റേഴ്സിൽ പറഞ്ഞതായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ട്രഡീഷൻസിൽ നിന്നുള്ള കാര്യങ്ങളാണെങ്കിലും നമ്മൾ സത്യത്തിന്റെ പുറകെ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മതങ്ങൾക്കും മറ്റു രീതിയിലുള്ള ചട്ടക്കൂടുകൾക്കും അപ്പുറത്തേക്കുള്ള യഥാർത്ഥ സത്യത്തിനെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഞാനിവിടെ എടുത്തു പറയുകയാണ്, ഇങ്ങനെയുള്ള വ്യക്തികൾ തിരിച്ചറിയും യുവർ റിലീജിയൻ ഈസ് നോട്ട് യുവർ ഫ്രണ്ട്. നിങ്ങളുടെ മതം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട് അല്ല, അതൊരു ചട്ടക്കൂട് മാത്രമാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ദൈവത്തിനെ കാണാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് യഥാർത്ഥത്തിലുള്ള
ആ ഒരു കളക്റ്റീവ് എൻലൈറ്റൻമെന്റിന്റെ ഫേസിലേക്ക് നിങ്ങൾ എൻട്രി ചെയ്തു എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സ്ട്രഗിൾസും അതുപോലെ തന്നെ ഒഴിവാക്കലുകളും ഒക്കെ വരുന്നതിന്റെ പ്രധാന കാരണം എന്തുകൊണ്ടാണ് പ്രപഞ്ചം അത് ചെയ്യിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വീക്കർ സോൾസിനെ നിങ്ങളുടെ ആ ഒരു എക്കോസിസ്റ്റത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് പല സമയത്തും നമ്മൾ തെറ്റായിട്ടുള്ള ഒരു ഫ്രീക്വൻസിയിൽ പോകുമ്പോൾ, തെറ്റായിട്ടുള്ള ബന്ധങ്ങളിൽ പോകുമ്പോൾ നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല. കർമ്മം ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഡിസ്ട്രാക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഈ തെറ്റായിട്ടുള്ള ബന്ധമെന്ന് ഞാൻ പറയുന്നത് ഏതെങ്കിലും നമ്മൾ സാധാരണ രീതിയിൽ ഇങ്ങനെയുള്ളൊരു ബന്ധം ശരിയല്ല എന്നൊക്കെ പറയുന്ന അതിനപ്പുറത്തേക്ക് നമ്മൾ പ്രഥമ ദൃഷ്ടിയ അല്ലെങ്കിൽ പുറത്തുനിന്നുള്ളൊരു വ്യക്തി നോക്കുന്ന സമയത്ത് തെറ്റായിട്ട് തോന്നുന്ന ഒരു കാര്യം മാത്രമല്ല, എത്തിക്സിന്റെയും മൊറാലിറ്റിന്റെയും രീതിയിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്ന ആ ഒരു തെറ്റെന്ന് പറയുന്ന അവസ്ഥയല്ല. അതിനപ്പുറത്തേക്ക് നമ്മൾക്ക് സപ്പോർട്ട് ചെയ്യുന്നത് പോലെ, നമ്മളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് പോലെ, നമുക്ക് ഉപദേശം തരുന്നത് പോലെ, നമ്മളെ ഗൈഡ് ചെയ്യുന്നത് പോലെ ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെയധികമാണ്. അതും ചിലപ്പോൾ തെറ്റായിട്ടുള്ള ബന്ധങ്ങളായിട്ട് മാറും. കാരണം അവരുടെ ഗൈഡൻസിന് പോവുക എന്നുള്ളതല്ല ഒരു മനുഷ്യന്റെ ഏറ്റവും ആത്യന്തികമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഉള്ളിൽ നിന്നുള്ള പർപ്പസിനെ തിരിച്ചറിയുക എന്നുള്ളതാണ്. കാരണം വേറൊരാളുടെ ഗൈഡൻസിൽ പോകുമ്പോൾ അയാളുടെ ഗൈഡൻസ് എപ്പം നിൽക്കുന്നോ അപ്പം ആ കാര്യങ്ങളൊക്കെ അനിശ്ചിതത്വമായി. എന്നാൽ നമ്മുടെ ഉള്ളിൽ നിന്നുള്ള ആ ഒരു ഇൻറ്റ്യൂഷൻ, നമ്മൾ പർപ്പസിനെ റിയലൈസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഈ ഗൈഡൻസ് നിന്നു പോകുന്ന ഒരു അവസ്ഥ വരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് അൾട്ടിമേറ്റ് ആയിട്ട് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ കർമ്മം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി സോളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തിരിച്ചറിയും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ വീക്കറായിട്ടുള്ള സോളുകൾ അല്ലെങ്കിൽ മറ്റു രീതിയിൽ ഇപ്പം നമുക്ക് ആവശ്യമില്ലാതെ ഉപദേശം തരുന്നുള്ള ഒരു വ്യക്തിയുടെ കാര്യം എടുത്ത് നോക്കുക. ആ വ്യക്തി യഥാർത്ഥത്തിൽ ഒരു വീക്കർ സോളാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ല രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുകളിൽ വന്ന് അത് ഇങ്ങനെയല്ല അങ്ങനെ ചെയ്യണമെന്ന് പറയുമ്പോൾ ആ കാര്യത്തിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള പഠനമില്ലാതെ ഒരു വ്യക്തി സംസാരിക്കുന്ന സമയത്ത് നമ്മളതിൻ്റെ ആഴങ്ങളിലായിരിക്കും ഇറങ്ങി നിൽക്കുന്നത്. പക്ഷേ കരയിൽ നിന്നുകൊണ്ട് കടലിലെ മീനുകളെ കുറിച്ച് കടലിൽ പോകുന്ന മുക്കുവനോട് ഒരു വ്യക്തി സംസാരിച്ച് എങ്ങനെയിരിക്കും? അതേ അവസ്ഥ തന്നെയാണ് ഉണ്ടാകുന്നത്. കാരണം നമ്മൾ കടലിൽ പോകുന്നതായിട്ടുള്ള വ്യക്തി നമുക്ക് ആ കടലിൻ്റെ ആഴങ്ങളും അവിടെയുള്ള കാര്യങ്ങളും അറിയാം. പക്ഷേ ഈ പറയുന്ന വ്യക്തി കരയിൽ നിന്ന് ഒരു അറ്റവും മൂലയും കണ്ടിട്ട് പറയുകയാണ്. അനാവശ്യമായിട്ടുള്ള അസ്ഥാനത്ത് നൽകുന്നതായിട്ടുള്ള ഉപദേശങ്ങൾ ഒന്നും തന്നെ നമ്മൾ എടുക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. നമുക്ക് എത്രമാത്രം ഉപദേശകരുണ്ടെങ്കിലും അത് നല്ലതാണ്. ഞാൻ ഈ പറയുന്നതിൽ ഒരു വിരോധാഭാസമുണ്ട്. പക്ഷേ ഇവർ പറയുന്ന കാര്യമൊക്കെ ഫിൽട്ടർ ചെയ്യാനായിട്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു ക്രിട്ടിക്കൽ തിങ്കിങ്ങിന്റെ ഫിൽട്ടർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ക്രിട്ടിക്കൽ തിങ്കിങ് ചെയ്യാനുള്ള ഒരു ഫിൽട്ടർ കൃത്യമായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് തന്നെ ബെറ്റർ ആക്കണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു ഫിൽട്ടർ നമ്മൾ ഉണ്ടാക്കിയേ തീരൂ എന്നുള്ളതും കൂടെ ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. അടുത്തതായിട്ടുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്, മറ്റുള്ള ആളുകൾ നിങ്ങളെ വളരെ ഈസി ആയിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്യും, നിങ്ങളെ തെറ്റിദ്ധരിക്കും എന്നുള്ളതാണ്. നിങ്ങൾ പറയുന്നതിൻ്റെ ആഴം, നിങ്ങൾ പറയുന്നതിൻ്റെ ഡെപ്ത് ഒന്നും അവർക്ക് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ ഭൂരിഭാഗം പറയുന്ന വഴിക്ക് ഓപ്പോസിറ്റ് ആയിട്ടായിരിക്കും നിങ്ങളുടെ ഒരു തത്വം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തികൾക്ക് നിങ്ങൾ പറയുന്നതായിട്ടുള്ള കാര്യത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ സാധിക്കാത്തത് കൊണ്ട് എല്ലാവരും നിങ്ങൾക്കെതിരെ തിരിയുന്നത് പോലെ, എല്ലാവരും എന്നെ തെറ്റിദ്ധരിച്ചല്ലോ എന്ന് തോന്നുന്നത് പോലെയുള്ള അവസ്ഥകൾ പോലും ജീവിതത്തിൽ വന്നേക്കാം. ബട്ട് അത് ടെമ്പററി ആണ്. നമ്മളവിടെ കൃത്യമായിട്ടുള്ള രീതിയിൽ സ്ട്രാറ്റജിക്കൽ ബ്രില്യൻസ് ഉപയോഗിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളായിരുന്നു ശരി എന്നുള്ളത് കാലം തെളിയിക്കും എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഡെപ്ത് എല്ലാവർക്കും പിടികിട്ടിക്കൊള്ളണമെന്നില്ല. നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മറ്റു രീതിയിൽ ട്വിസ്റ്റ് ചെയ്യുന്നതിൽ പോലും അവർക്ക് മടിയുണ്ടാവില്ല. കാരണം അവർക്ക് അത് അങ്ങനെ ഹാൻഡിൽ ചെയ്യാനായിട്ട് സാധിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളുണ്ട്, നിങ്ങളൊരു അഭിപ്രായം പറഞ്ഞു അല്ലെങ്കിൽ നിങ്ങളൊരു തത്വം പറഞ്ഞു, അതിനോട് യോജിപ്പില്ലെങ്കിൽ നിങ്ങളോട് മൊത്തത്തിൽ വിയോജിപ്പാകുന്നതായിട്ടുള്ള വ്യക്തികൾ. ഇതൊക്കെ വീക്കർ സോൾസ് ആണ്. ഇപ്പം നമുക്ക് നമ്മുടെ മനസ്സിന് യോജിപ്പില്ലാത്ത ഒരു ആശയത്തിനെയും നമ്മുടെ മനസ്സിലിട്ടുകൊണ്ട് നമുക്ക് പുൽകാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ അതാണ് യഥാർത്ഥത്തിലുള്ള എഡ്യൂക്കേഷൻ എന്ന് പണ്ടേതോ തത്വചിന്തകൻ പറഞ്ഞത് ഞാൻ ഈ ഒരു അവസരത്തിൽ ഓർക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന മതത്തിൽ വിശ്വസിക്കുന്നു, മറ്റേ മതത്തിൽ വിശ്വസിക്കുന്നവനൊക്കെ ഇനി നരകമാണ് അല്ലെങ്കിൽ അവനൊക്കെ തെറ്റാണ് എന്ന് വിശ്വസിക്കുന്ന ഒരുത്തൻ വളരെ റിജിഡായിട്ടുള്ള നാരോ ആയിട്ടുള്ള ഒരു ചട്ടക്കൂടിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുതിരേനെ കൊണ്ടുപോകുന്നത് പോലെ. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ ഈ കാര്യം വിശ്വസിച്ചു, ഓക്കെ, എനിക്ക് മറ്റു കാര്യങ്ങളെ കൂടി എനിക്ക് മനസ്സിലാക്കണം എന്നുള്ള ഒരു ചിന്ത ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് മറ്റു മതങ്ങളുടെ ഗ്രന്ഥങ്ങൾ, മറ്റ് തത്വശാസ്ത്രങ്ങൾ, മറ്റ് സംസ്കാരങ്ങൾ, മറ്റ് രാജ്യങ്ങൾ, മറ്റ് ജീവിത രീതികൾ, മറ്റു രീതിയിലുള്ള ഫിലോസഫി, ഇതെല്ലാം എനിക്ക് മനസ്സിലാക്കണം, മറ്റ് കൾച്ചറുകളൊക്കെ എനിക്ക് മനസ്സിലാക്കണം എന്നുള്ളൊരു ചിന്ത വരികയാണെങ്കിൽ
ആ മനുഷ്യൻ അവിടെ ബോധമണ്ഡലത്തിന് വലുതായിട്ടുള്ള വികാസം ഉണ്ടാകുകയാണ്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബോധമണ്ഡലത്തിനുണ്ടായ വികാസം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചിന്തിക്കുന്നതിലേക്ക് വഴിവെക്കുന്നു എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം റിയാലിറ്റിനെ വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് കാണുന്നത്. മറ്റുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമ്മൾ തറയിൽ നമ്മൾ 6 എന്ന് എഴുതുകയാണ്, ഇംഗ്ലീഷ് അക്ഷരമല്ല, നമ്മുടെ സംഖ്യ 6 അവിടെ തറയിൽ നമ്മൾ അക്കത്തിൽ എഴുതി വെച്ചേക്കാണ്. അപ്പം ആ തറയിൽ എഴുതിയ ആ 6ന്റെ താഴെ ഭാഗത്ത് ഒരാൾ വന്ന് നിൽക്കുന്നു, മുകൾ ഭാഗത്ത് ഒരാൾ വന്ന് നിൽക്കുന്നു. അപ്പൊ അപ്പുറത്ത് നിൽക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അത് 9 ആയിട്ടാണ് തോന്നുന്നത്, ഇപ്പുറത്ത് നിൽക്കുന്നവനാണെങ്കിൽ അത് 6 ആയിട്ടാണ് തോന്നുന്നത്. എവറിത്തിങ് പെർസ്പെക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഈ രണ്ടുപേരും, ഒരുത്തൻ പറയുന്നത് 9 ആണ്, മറ്റവൻ പറയുന്നത് 6 ആണ്. പക്ഷെ ഈ പെർസ്പെക്റ്റീവ് ഡിഫറൻ്റ് ആയിട്ട് മാറ്റാനായിട്ട് സാധിക്കുന്ന ഒരു വ്യക്തിക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ഇവൻ അത് അങ്ങനെയാണ് കാണുന്നത്, ഇതിനെ അപ്പുറത്തുനിന്ന് നോക്കി 6 ആയിട്ടാണ് കാണുന്നത്. റിയാലിറ്റി എന്ന് പറയുന്നത് ഇത് രണ്ടുമല്ല, ഇത് രണ്ടും ഒരു ഇല്യൂഷനാണ്. അപ്പം നമ്മൾ എന്ത് കാണുന്നോ അതൊക്കെ നമുക്കൊരു ഇല്യൂഷനാണ്. ഭൗതികമായിട്ടുള്ള നമ്മുടെ സെൻസ് ഓർഗൻസ് വെച്ചുകൊണ്ട് നമ്മൾ പിടിക്കുന്നതായിട്ടുള്ള കാര്യം, ആ സെൻസ് ഓർഗൻസിന്റെ ലിമിറ്റേഷൻ അനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും നമുക്കതിനെ ഇല്യൂഷൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് പണ്ടുള്ള ആളുകൾ പറഞ്ഞത് റിയാലിറ്റി ഈസ് ആൻ ഇല്യൂഷൻ എന്നുള്ളത്. അപ്പം നമുക്ക് ബോധമണ്ഡല വികാസം വരുന്നതിനനുസരിച്ച് നമുക്ക് നമ്മുടെ ആംഗിൾ, നമ്മുടെ പെർസ്പെക്റ്റീവ് മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എമ്പതറ്റിക് ആയിട്ട് കാര്യങ്ങളെ നോക്കിക്കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ സത്യം മനസ്സിലാക്കും, നമ്മൾ കാണുന്നതെല്ലാം യാഥാർത്ഥ്യമായിക്കൊള്ളണമെന്നില്ല, അതൊരു വീക്ഷണകോൺ മാത്രമാണ്. അതുപോലെ തന്നെ നമ്മൾ കേൾക്കുന്നതെല്ലാം സത്യമായിക്കൊള്ളണമെന്നില്ല, അതും ഒരു അഭിപ്രായം മാത്രമാകാം എന്നുള്ളത്. അപ്പം അങ്ങനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്ക് ഈ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു കൈൻഡ് ഓഫ് ഡിറ്റാച്ച്മെന്റ് പ്രാപിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ആത്മാക്കൾ, ഇങ്ങനെ നിങ്ങൾ ഉയർച്ചയിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് മനസ്സിലാവും. അപ്പോൾ അത് ചിലർ ടീനേജിൽ തന്നെ മനസ്സിലാക്കും, ചിലർ പിന്നീട് കുറച്ചും കൂടി വളർന്നു വരുന്ന സമയത്ത് യൗവനകാലത്തിലായിരിക്കും മനസ്സിലാകുന്നത്, ചില ആളുകൾ ചിലപ്പോൾ വാർദ്ധക്യത്തിലെത്തുന്ന സമയത്തായിരിക്കും ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. ബട്ട് ആത്മാവ് എന്ന് പറയുന്നത് ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനനുസരിച്ച് ആത്മാവിൻ്റെ ആ ഒരു വളർച്ച അല്ലെങ്കിൽ സ്പിരിച്വൽ ഗ്രോത്ത് അവിടെ കറക്റ്റായിട്ട് നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ ഏത് സമയത്താണ് നമുക്ക് ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമ്മുടെ ഈ ഒരു ജന്മം, മുൻജന്മം, കർമ്മം, ഈ കാര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് നമുക്ക് നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് കാര്യങ്ങളെ, ഈ റിയാലിറ്റി ഇങ്ങനെ മനസ്സിലാക്കുന്നതിനപ്പുറത്തേക്ക് വളരെ ഡീപ്പായിട്ട് കാര്യങ്ങളെ ഫീൽ ചെയ്യാനായിട്ടും സാധിക്കുന്നു എന്നുള്ളതാണ്. ഫീലിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ട്രൈറ്റ് ആണ്. നമുക്ക് ആളുകളെ മനസ്സിലാക്കാൻ തിങ്കിങ്ങിലൂടെയും നമുക്ക് മനസ്സിലാക്കാം, ഫീലിങ്ങിലൂടെയും മനസ്സിലാക്കാം. ചില ആളുകൾ മറ്റുള്ള ആളുകളെ മനസ്സിലാക്കുന്നത് അവർ നമ്മൾക്ക് എങ്ങനെ ഫീൽ ചെയ്തു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ചില ആളുകൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നത് അവരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ്, തിങ്കിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഇതൊക്കെ പല രീതിയിലുള്ള പേഴ്സണാലിറ്റികളാണ്. ബട്ട് ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഡീപ്പായിട്ട് നമുക്ക് മറ്റുള്ള വ്യക്തികളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവരെ വളരെ എമ്പത്തറ്റിക്കലായിട്ട് അവരുടെ പെയിൻ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു. അവരെത്രമാത്രം വിഷമിക്കുന്നു, എത്രമാത്രം അഹങ്കരിക്കുന്നു, എത്രമാത്രം സന്തോഷിക്കുന്നു, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. ആദ്യമായിട്ട് ഇങ്ങനെയുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ട്രൂത്ത് സെൻസ് ചെയ്യും എന്നുള്ളതാണ്. അതായത് ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സംഭവം, ഒരു സാഹചര്യവുമായിട്ട് ഇടപെടുന്ന സമയത്ത് തന്നെ വാട്ട് ഈസ് ട്രൂത്ത്, സത്യകഥ എന്താണെന്നുള്ളൊരു അവയർനെസ് ഉള്ളിലുണ്ടാകും എന്നുള്ളതാണ്. അത് വേറെ ആരുമല്ല പറഞ്ഞു തരുന്നത്, അത് നമ്മുടെ സോള് തന്നെയാണ്. അത് പറഞ്ഞു തരുന്ന ആ ശബ്ദത്തിന് പറയുന്ന പേര്, ആ സോളിന്റെ ശബ്ദത്തിന് പറയുന്ന പേരാണ് ഇൻഡ്യൂഷൻ അല്ലെങ്കിൽ അന്തർജ്ഞാനം എന്ന് പറയുന്നത്. ചില ആളുകളെ കാണുന്ന സമയത്ത് വളരെ ഫേക്കാണ് ഈ വ്യക്തി, എനിക്ക് ഈ വ്യക്തിയുമായിട്ട് അടുക്കാനായിട്ട് യാതൊരു താല്പര്യവുമില്ല, ഈ വ്യക്തിയുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള ഒരു കൊളാബറേഷൻ അല്ലെങ്കിൽ ഒരു വർക്ക് അല്ലെങ്കിൽ ഒരു ജോലി, ഇതൊന്നും ചെയ്യാനായിട്ട് എനിക്ക് യാതൊരു താല്പര്യമില്ല, എനിക്ക് പറ്റുകയുമില്ല, ആ വ്യക്തിനെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നത് ഇതൊരു ഹെയ്റ്റ്രഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, ഇതൊരു വെറുപ്പല്ല. അതിനപ്പുറത്തേക്ക് ആ വ്യക്തിയുടെ വൈബ് മനസ്സിലാക്കുകയാണ്. ആ വ്യക്തി ചിലപ്പോൾ അയാളുടെ സാഹചര്യങ്ങൾ കൊണ്ടൊരു ഫേക്കായിട്ടുള്ള പേഴ്സണെ പുറത്ത് ഇട്ടിട്ടുണ്ടായിരിക്കാം പിടിച്ചു നിൽക്കാൻ വേണ്ടി. അപ്പോൾ ആ പേഴ്സണ അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നു. അത്രയും അൺകാനി ആയിട്ടുള്ള എബിലിറ്റി ടു സീ ത്രൂ ദ മാസ്ക് അത് നിങ്ങൾക്കുണ്ട് എന്നുള്ളതാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ഫേക്കാണോ അല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ അടുത്ത് പ്രത്യേകിച്ചൊരു പ്രൂഫൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കുന്നത് വിത്തൗട്ട് എ പ്രൂഫാണ്. അപ്പം നമ്മൾ സോളിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവിടെ നമുക്ക് പ്രത്യേകിച്ച് ലോജിക്ക്, പ്രൂഫ് തുടങ്ങിയ കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇൻറ്റ്യൂഷനാണ് അത് അവിടെ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇൻജസ്റ്റിസിനെ ടോളറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. ഏതെങ്കിലും വ്യക്തിയോട് അല്ലെങ്കിൽ വ്യക്തികളോട് ചെയ്യുന്നതായിട്ടുള്ള അനീതികളെ നിങ്ങൾക്ക് അംഗീകരിക്കാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഭൂരിഭാഗം ആളുകളും ഒരു വ്യക്തിയെ ക്രൂശിക്കുകയാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്താണ് ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ടതായിട്ടുള്ള യാഥാർത്ഥ്യം എന്നുള്ളത്
അന്തർജ്ഞാനത്തിന്റെ അടിസ്ഥാനത്തിൽ അറിയാമെന്നുള്ളതാണ്. ആ സമയത്ത് നിങ്ങൾ അവർക്ക് വേണ്ടി ശബ്ദിക്കും, അവരെ പ്രൊട്ടക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അതൊരു വ്യക്തിക്ക് വേണ്ടിയായിരിക്കാം, വ്യക്തികൾക്ക് വേണ്ടിയായിരിക്കാം. അത് നിങ്ങളെയും ആത്മഹൂതി ചെയ്തുകൊണ്ടല്ല, പക്ഷേ നിങ്ങൾക്ക് ശക്തമായിട്ട് അവർക്ക് വേണ്ടി ഒരു സംരക്ഷകനെ പോലെയോ അല്ലെങ്കിൽ അവർക്കൊരു സഹായഹസ്തമാകുന്ന രീതിയിലോ നിൽക്കുവാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. നമ്മൾ ഈ മഹാത്മാക്കളെ ഒക്കെ എടുത്ത് നോക്കിയിട്ടുണ്ട്, അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്, ഭൂരിഭാഗം ഒഴുകുന്ന വഴികൾ സത്യമായി കൊള്ളണമെന്നില്ല. സത്യത്തിനു വേണ്ടിയുള്ള നിൽപ്പാണിത്. അത് നിങ്ങൾ ഒറ്റയ്ക്കാണെങ്കിൽ പോലും അങ്ങനെ നിലകൊള്ളും എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ആത്മാക്കളുടെ വ്യക്തിത്വങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്. എപ്പോഴും നിങ്ങൾക്ക് തോന്നും, ഐ ആം ഹിയർ ഫോർ സംതിങ് മോർ. എനിക്ക് ഈയുള്ള അവസ്ഥയല്ല, ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ ചെയ്യേണ്ടിയിരിക്കുന്നു, അതിനുവേണ്ടിയാണ് ഞാനിവിടെ ഉള്ളത് എന്നുള്ളൊരു തോന്നൽ. കാരണം വലിയൊരു പർപ്പസുമായിട്ടാണ് ഇത്തരത്തിലുള്ള ചോസൺ ആയിട്ടുള്ള തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ വന്നിരിക്കുന്നത്. സാധാരണ ആളുകൾ ജീവിക്കുന്നത് പോലെയുള്ള ഒരു നോർമൽ ലൈഫ് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യില്ല. എപ്പോഴും ഒരു ഇന്റേണൽ കോൾ ഉണ്ടായിരിക്കും, ഐ ആം ഹിയർ ഫോർ എ പർപ്പസ്. ഞാനിവിടെ ആയിരിക്കുന്നത് ഒരു ദൗത്യത്തിന് വേണ്ടിയാണ്, ഒരു കർമ്മത്തിന് വേണ്ടിയാണ്. ആ ഇന്റേണൽ കോൾ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ സോളിനറിയാം നിങ്ങൾ എന്തിനു വേണ്ടിയാണ് ഇവിടെ വന്നിരിക്കുന്നത്, എന്താണ് നിങ്ങളുടെ കർമ്മം എന്നുള്ളത്. അതിനെ ശ്രവിക്കുക മാത്രമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള കർമ്മം കണ്ടെത്താനുള്ള നമ്മുടെ വഴി എന്ന് പറയുന്നത്. നമുക്ക് ധ്യാനത്തിലൂടെ ശ്രവിക്കാം, ഇൻട്രോസ്പെക്ഷനിലൂടെ ശ്രവിക്കാം, അങ്ങനെ മറ്റു പല രീതി റിഫ്ലക്ഷൻസിലൂടെ നമുക്ക് ശ്രവിക്കാം. നമ്മുടെ ആത്മാവിനെ നമ്മൾക്ക് കേൾക്കുവാനായിട്ട് കഴിയും. നമ്മൾ നമ്മുടെ ആത്മാവിനെ കേട്ടില്ലെങ്കിൽ വേറെ ആരാണ് നമ്മുടെ ആത്മാവിനെ കേൾക്കുക എന്നുള്ളതാണ്. നമ്മൾ നമ്മുടെ ആത്മാവിനെ കേട്ടിട്ടില്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാനായിട്ട് നമ്മളെ വാടകയ്ക്ക് എടുത്തുകൊണ്ട് പോകും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പല സമയത്തും ആളുകളോട് ഡിറ്റാച്ച് ആയിട്ടുള്ള ഒരു ഫീലിംഗ് തോന്നും. സഡനായിട്ട് തന്നെ എനിക്ക് ഐ ഡോണ്ട് ബിലോങ് ടു ദിസ് ഗ്രൂപ്പ്, എനിക്ക് ഈ ഗ്രൂപ്പിനോട് കൂടി ആയിരിക്കാനായിട്ട് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇവിടെ അല്ല എന്നുള്ളൊരവസ്ഥ. നിങ്ങൾക്ക് അവിടെ നിന്ന് മാറണം, അല്ലെങ്കിൽ ആ ഗ്രൂപ്പിൽ നിന്ന് പുറത്തേക്ക് പോകണം. അത് ചിലപ്പോൾ വളരെ ക്യുക്കായിട്ട് തന്നെ അങ്ങനെ തോന്നാനുള്ള ഒരു സാധ്യത വളരെ അധികമാണ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ഫംഗ്ഷൻ നടക്കുന്നു, എല്ലാവരും ആടിപ്പാടി നൃത്തം ചെയ്യുമ്പോഴും നിങ്ങൾക്ക് യു ഹാവ് സംതിങ് ഡിഫറെൻറ്റ്, യു നീഡ് സംതിങ് ഡിഫറെൻറ്റ്. ആൻഡ് ആളുകളുടെ ഈ സെലിബ്രേഷൻസ് അതൊക്കെ മീനിങ് ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണോ? യഥാർത്ഥത്തിൽ ഇതെനിക്കൊരു സെലിബ്രേഷൻ മൂഡ് നൽകുന്നുണ്ടോ? ആ ചോദ്യം എപ്പോഴും, ഈവൻ നിങ്ങൾ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും ചിലപ്പോൾ ഇങ്ങനെ ഉള്ളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കും. ഈ കാണിക്കുന്നതിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അത് ഏതെങ്കിലും തരത്തിലുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടോ അല്ലെങ്കിൽ ചമ്മൽ കൊണ്ടോ ഇൻട്രോവേർഷൻ കൊണ്ടോ ഒന്നും ഉണ്ടാകുന്ന കാര്യമല്ല. പലരും അങ്ങനെയൊക്കെയാണ് പറയുക. പക്ഷെ നിങ്ങൾ അവിടെ നിങ്ങളെ അംഗീകരിക്കണം. എനിക്കിത് തോന്നുന്നുണ്ട്, എന്തുകൊണ്ട് എനിക്കിത് തോന്നുന്നു? അവർ പറഞ്ഞതൊന്നുമല്ല, എനിക്ക് എന്തുകൊണ്ട് ഇങ്ങനെ തോന്നുന്നു എന്നുള്ളത് നിങ്ങൾ നിങ്ങളെ തന്നെ അഡ്രസ്സ് ചെയ്യുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ ദൈവികമായിട്ടുള്ള അവസ്ഥ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആ ഒരു പർപ്പസ് നിറവേറ്റുന്നത്. കാരണം എപ്പോഴും ക്രിയേറ്ററെ സംബന്ധിച്ചിടത്തോളം ഓരോ സൃഷ്ടിക്കും ഒരു യുണീക്ക്നെസ് ഉണ്ട്. ആ സൃഷ്ടി അതിൻ്റെ പർപ്പസ് നിറവേറ്റുക എന്നുള്ളതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള നിയമം തന്നെ. അത് നമ്മൾ പ്രപഞ്ചത്തിൽ എവിടെ നോക്കിയാലും കാണാം. അപ്പം മനുഷ്യൻ അതിൽ നിന്ന് വിഭിന്നമല്ല, നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, നമ്മുടെ ഉള്ളിലേക്ക് നോക്കേണ്ടിയിരിക്കുന്നു. അപ്പം ഞാൻ ഈ കാണുന്ന കാര്യങ്ങളൊക്കെ മീനിങ്ലെസ് ആണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ദെൻ വാട്ട് ഈസ് മീനിങ് ഫുൾ? പിന്നെ എന്താണ് അർത്ഥവത്തായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്? ആൻഡ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള വലിയ എക്സിസ്റ്റൻഷ്യൽ ക്വസ്റ്റ്യൻസിന്, അസ്തിത്വവുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് അവിടെ ഉത്തരം ലഭിക്കുന്ന ഒരു താക്കോലാണ് ഈ ഉള്ളിലുണ്ടാകുന്ന ഈ പറയുന്ന ഡിറ്റാച്ച്മെന്റിന്റെ അടിസ്ഥാനത്തിൽ വരുന്നതായിട്ടുള്ള ഇത്തരത്തിലുള്ള ചോദ്യങ്ങളും ചിന്തകളും. മറ്റുള്ളവരുടെ വാക്കുകൾക്കപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളെ തന്നെ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത്. പല വേളകളിലും നമുക്ക് എനർജി മിസ്മാച്ചിങ് ഉണ്ടാകും. ആ സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ തന്നെ അവിടെ നിന്ന് ഡിസ്റ്റൻറ്റ് ചെയ്യും എന്നുള്ളതാണ്. എനർജിയുമായിട്ട് മാച്ച് ചെയ്യുന്നില്ലെങ്കിൽ ഡിസ്റ്റൻസ് പാലിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. കാരണം മനസ്സമാധാനമാണ് അതിൻ്റെ ഒരു റിസൾട്ടായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ഇപ്പോൾ ഈവൻ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഒപ്പം ജീവിക്കുന്ന ആളുകളായിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റിനുള്ള സഹപ്രവർത്തകരായിക്കോട്ടെ, അവരൊക്കെ ആയിട്ട് ഒരു വഴക്ക് ഉണ്ടായി എന്ന് വിചാരിക്കുക. ആ വഴക്കുണ്ടാകുന്ന സമയത്ത് നിങ്ങളും അതേപോലെ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ ആ വഴക്ക് ഏറ്റവും മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് പോകുന്നുള്ളതാണ്. എന്നാൽ നിങ്ങളൊരു 10 മിനിറ്റോ 15 മിനിറ്റോ 1 അവറോ നിങ്ങൾക്ക് അവിടെ നിന്ന് മാറി നിൽക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ മറ്റേ വ്യക്തി തനിയെ തണുത്ത് താഴെ വരും എന്നുള്ളതാണ്. നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവരോട് കുറ്റം പറയുന്നതായിട്ടുള്ള വ്യക്തികളെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അവരുടെ കുറ്റം ആ കേട്ട ആൾക്കാരോട് പോയി പറയുന്നതിനപ്പുറത്തേക്ക് ഇയാളെൻ്റെ കുറ്റം പറഞ്ഞ് നടക്കുകയാണ്, അല്ലെങ്കിൽ അവളെൻ്റെ കുറ്റം പറഞ്ഞു, എന്നെക്കുറിച്ച് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറയുന്നതിനപ്പുറത്തേക്ക് നിങ്ങളവിടെ നിശബ്ദത പാലിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വളരെയധികം ചെറുതായി പോകുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ജീവിതത്തിൽ ഇത്തരത്തിലുള്ള സൈലൻസ് പാലിക്കുന്നത്, ഇത്തരത്തിൽ ഡിസ്റ്റൻസ് പാലിക്കുന്ന ഒക്കെ ആ എനർജീനെ അലൈൻമെൻറ്റിലേക്ക് കൊണ്ടുവരാനായിട്ട് നമ്മളെ വളരെയധികം സഹായിക്കും എന്നുള്ളതാണ്. മുൻപൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എപ്പോഴാണ് ഇങ്ങനെ ലോൺലിനെസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള അവസ്ഥ ഉണ്ടാകുന്നത്, പോസ് ഉണ്ടാകുന്നത്, തടസ്സം ഉണ്ടാകുന്നത്, അത് പ്രപഞ്ചത്തിന്റെ ഒരു റീസെറ്റ് ബട്ടൺ തന്നെയാണ്. പ്രപഞ്ചത്തിന്റെ ഊർജ്ജത്തിനെ നമ്മിലേക്ക് റീസിങ്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരമാണ്. സോ ആ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ആ സൈലൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൈമാണ്. അത് പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിന്റെ അടുത്ത പടിയിലേക്ക് പെട്ടെന്ന് പ്രൊമോഷൻ കിട്ടും എന്നുള്ളതാണ് നിങ്ങളുടെ ആത്മാവിന്റെ വളർച്ചയുടെ ആ ഒരു പാഠപുസ്തകത്തിൽ, ആ ഒരു ക്ലാസ് റൂമിൽ. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് തിങ് ഈസ്, നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം ഈ ഓൾഡ് സൈക്കിളുകൾ ബ്രേക്ക് ആകുന്നതായിട്ട്. അതായത് ഇങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആത്മാക്കൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഓൾഡ് സൈക്കിള് എപ്പോഴും ബ്രേക്ക് ആകണമെന്ന് തോന്നും. അതായത് പല കാര്യങ്ങളിലും മനുഷ്യൻ അനുവർത്തിച്ചു പോരുന്നതായിട്ടുള്ള കാര്യങ്ങൾ, ഇപ്പൊ ചില മതപരമായിട്ടുള്ള റിച്വൽസ്, ഇന്ന നേരം പ്രാർത്ഥിക്കണം, ഇത്ര സമയം പ്രാർത്ഥിക്കണം, ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇതെല്ലാം ചെയ്തിട്ട് ഈ മനുഷ്യന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, സ്വയം മനസ്സമാധാനമില്ല. അപ്പം അതിനപ്പുറത്തേക്ക് ദൈവത്തിനെ പേടിച്ചിട്ടല്ല നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളതാണ്, ഈ റിച്വൽ ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരു റിച്വലും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് ഉത്തരവാദിത്വത്തോടു കൂടി പ്രപഞ്ചത്തിന്റെ ആ ഒരു സന്ദേശം ശക്തമായിട്ട് ഞാനിവിടെ പറഞ്ഞു വെക്കുകയാണ്. റിച്വൽസിന്റെ അപ്പുറത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എന്ത് റിച്വൽ ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ആത്മാവിനെ ലിസൺ ചെയ്യുന്ന ആ റിച്വൽ നിങ്ങൾ നടത്തുന്നുണ്ടോ, നിങ്ങൾ ധ്യാനിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ ഇൻട്രോസ്പെക്ഷൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ റിഫ്ലക്ഷൻ ചെയ്യുന്നുണ്ടോ, നിങ്ങൾ സൈലൻസിൽ ഇരിക്കുന്നുണ്ടോ, നിങ്ങൾ മണ്ണിലൂടെ ചവിട്ടി നടക്കുന്നുണ്ടോ, നിങ്ങൾ ഒരു മരത്തിനോടും കല്ലിനോടും പ്രകൃതിയോടും അടുത്ത് നിൽക്കുന്നുണ്ടോ, രാത്രിയിലെ നക്ഷത്രങ്ങളെ നോക്കി നിങ്ങൾക്ക് സമാധാനത്തോടു കൂടി കിടക്കുവാനായിട്ട് സാധിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഇമാജിനേഷനെ നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ആയിട്ടുള്ള പ്രപഞ്ചത്തിലൂടെയും പ്രകൃതിയിലൂടെയും പായിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ, മറ്റുള്ള മനുഷ്യരെ ആത്മാക്കളായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഈ ഓൾഡ് സൈക്കിൾസ് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പറഞ്ഞു വെക്കപ്പെട്ടതായിട്ടുള്ള കാര്യങ്ങളല്ല, ഈ ഞാനിപ്പോൾ പറഞ്ഞതായിട്ടുള്ള നവയുഗ ആത്മീയത അല്ലെങ്കിൽ ഈ പറയുന്ന ബോധമണ്ഡല വികാസത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് എൻ്റെ റിച്വൽസ് എന്നുള്ളത്. അവിടെയാണ് യഥാർത്ഥത്തിലുള്ള സത്യം എന്നുള്ളത്. നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു മതമുണ്ടാക്കാനല്ല, ഒരു ഫിലോസഫി ഉണ്ടാക്കാനല്ല. വി ആർ ടോക്കിംഗ് ട്രൂത്ത് ആൻഡ് റിയാലിറ്റി. ഈ ലോകത്തിൻ്റെ ഷിഫ്റ്റ്, അതിലേക്ക് നമുക്ക് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് എൻ്റർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ മതങ്ങളുടെയും മറ്റു രീതിയിലുള്ള റിച്വൽസിൻ്റെയും ഒക്കെ അപ്പുറത്തേക്ക് ആധുനികനായിട്ടുള്ള മനുഷ്യന് നിരീശ്വരവാദമോ അല്ലെങ്കിൽ യുക്തിവാദത്തിനും അപ്പുറത്തേക്ക് ആത്മീയമായിട്ടുള്ള ഒരു ആത്മീയ ജീവിയായിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ള വളരെ വിശാലമായിട്ടുള്ള ഒരു ലോകത്തേക്കാണ് നമ്മൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നതും നമ്മൾ ഈ എക്സ്പ്ലോറേഷൻ മുഴുവൻ നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് യു വിൽ ഫീൽ ദാറ്റ് യൂണിവേഴ്സ് ഈസ് ക്ലിയറിംഗ് മൈ പാത്ത് എന്നുള്ളത്. അതായത് എൻ്റെ വഴി എന്ന് പറയുന്നത് അതിനെ പ്രപഞ്ചം ക്ലിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പ്രത്യേകിച്ച് വേറൊന്നും ചെയ്യേണ്ട ഒരു അവസ്ഥ എനിക്ക് വരുന്നില്ല. ഞാൻ എൻ്റെ കർമ്മത്തിലേക്ക് ഇറങ്ങുമ്പോൾ എനിക്ക് ഇനിഷ്യലി കുറച്ച് സ്ട്രഗിൾസൊക്കെ ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ സ്ട്രഗിൾസിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഞാൻ കർമ്മത്തിലേക്ക് വന്നത്. ബട്ട് എനിക്ക് മുന്നോട്ട് പോകേണ്ട സമയത്ത് എൻ്റെ മുന്നിൽ പല തടസ്സങ്ങൾ ചലഞ്ചായിട്ട് അല്ലെങ്കിൽ വലിയ പ്രശ്നമാണല്ലോ എന്ന് ഞാൻ വിചാരിച്ച കാര്യം ഈ ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം എനിക്കിത് ചെയ്യണം, സാധിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ച ആ തടസ്സങ്ങളൊക്കെ മാറ്റി പ്രപഞ്ചം നിങ്ങളെ വളരെ സ്മൂത്തായിട്ട് കൈവെള്ളയിൽ എടുത്തുകൊണ്ട് നടക്കുന്നത് പോലെ നിങ്ങളെ കൊണ്ടുപോകും എന്നുള്ളതാണ്. നിങ്ങൾ ശരിയായിട്ടുള്ള നിങ്ങളുടെ കർമ്മത്തിന്റെ പാതയിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ. ഇത്തരത്തിലുള്ള വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇൻഡ്യൂഷൻ എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിരിക്കും. ആൻഡ് ദെയർ ഡിസിഷൻസ് കംസ് വിത്തിൻ എന്നുള്ളതാണ്, ഓർ ഡിസിഷൻസ് കംസ് ഫ്രം ഇൻസൈഡ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അതായത് തീരുമാനങ്ങൾ വരുന്നത് ഉള്ളിൽ നിന്നാണ് എന്നുള്ളതാണ്, പുറത്തു നിന്നല്ല. പല മനുഷ്യരുടെയും ജീവിതത്തിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, അവർക്ക് +2 കഴിഞ്ഞു അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, എനിക്കിനി എന്ത് ചെയ്യണമെന്നുള്ള അവബോധമില്ല. ഈ പഠിത്തത്തിന്റെ കാര്യം മാത്രമല്ല, ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ എത്തുന്ന സമയത്ത് മറ്റുള്ളവരോട് ചോദിച്ചു നടക്കും, മറ്റു രീതിയിലുള്ള മതപരമായിട്ടുള്ള നേതാക്കന്മാരെ കാണും, ആത്മീയ നേതാക്കന്മാരെ കാണും, സൈക്കോളജിസ്റ്റിനെ കാണും. ഇവരെയൊന്നും കാണണ്ട എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാവരെയും കാണണം, എല്ലാവരുടെയും അഭിപ്രായം കേൾക്കണം. ഒരാളുടെ മാത്രം അഭിപ്രായം കേട്ടുകൊണ്ട് തീരുമാനമെടുക്കരുത് എന്നുള്ളതാണ്. അതായത് മറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ കേൾക്കുമ്പോഴും മറ്റുള്ളവരുടെ അനുഭവങ്ങൾ അതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിൽ പഠിക്കുമ്പോഴാണ് നമുക്ക് ഒരു കാര്യത്തിൽ എനിക്കത് സ്യൂട്ടബിൾ ആണോ, ഞാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു കാര്യം വരുന്നത്. അപ്പം ഞങ്ങൾ മനഃശാസ്ത്രത്തിൽ നമ്മൾ പണ്ട് പഠിച്ചൊരു കാര്യമുണ്ട്, അതായത് ഡയറക്റ്റീവ് കൗൺസിലിങ്ങും നോൺ ഡയറക്റ്റീവ് കൗൺസിലിങ്ങും ഉണ്ട്. അതായത് ഡയറക്റ്റീവ് കൗൺസിലിങ്ങിൽ അവിടെ കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് അവിടെ പോകുന്നുണ്ട്. നോൺ ഡയറക്റ്റീവ് ഇപ്പം എസ്പെഷ്യലി ഹ്യൂമനിസ്റ്റിക് സൈക്കോളജി ആ ഒരു സ്കൂൾ ഓഫ് തോട്ടിലേക്കൊക്കെ വരുമ്പോൾ അവിടെ ഒരു മനുഷ്യൻ ഇന്നത് ഇങ്ങനെയൊക്കെ ചെയ്യൂ എന്നുള്ളൊരു ഡയറക്ഷൻ കൊടുക്കുന്നതിനപ്പുറത്തേക്ക് ആ മനുഷ്യനെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കാനും സ്വന്തം കാര്യങ്ങൾ ചെയ്യുവാനായിട്ടും അയാളെ അല്ലെങ്കിൽ അവളെ പ്രാപ്തമാക്കുന്നതായിട്ടുള്ള ഒരു ഗൈഡൻസ് ആണ് അവിടെ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് അതിനെ നോൺ ഡയറക്റ്റീവ് എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ചോയ്സ് എന്ന് പറയുന്നത് വേറൊരുത്തം കൊണ്ട് വെച്ച് തന്ന കാര്യമല്ല.
നമ്മുടെ ചോയ്സ് എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കാര്യമാണ്. ബിക്കോസ് നമ്മുടെ ചോയ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വേറൊരു വ്യക്തിക്ക് നമ്മുടെ ഉള്ളിൽ കയറി നിന്നിട്ട് നോക്കിയിട്ട് പറയാനായിട്ട് സാധിക്കില്ല. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചോയ്സ് ഇപ്പം നമ്മൾ കൃത്യമായിട്ടാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നതായിട്ടുള്ള നമ്മുടെ കാര്യങ്ങളും ആ ചോയ്സിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് എന്നുള്ളതാണ്. ബട്ടർഫ്ലൈ എഫക്റ്റ് പോലെ ഇവിടെ നമ്മൾ എടുക്കുന്ന ചെറുതായിട്ടുള്ള തീരുമാനമാണ് വിശാലമായിട്ട് നീണ്ടു കിടക്കുന്ന നമ്മുടെ അങ്ങോട്ടുള്ള ജീവിതത്തിനെ വളരെയധികം ശക്തമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ അതെടുക്കേണ്ടത് മറ്റുള്ളവരല്ല, നിങ്ങളാണ് എന്നുള്ളതാണ്. ഈ ഒരു തിരിച്ചറിവ് ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി സോൾ, ഇത്തരത്തിലുള്ള എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ അവർക്ക് സക്സസ്ഫുള്ളായിട്ട് പോകാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. എനിക്ക് ഈ കഴിവുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. എനിക്കിതില്ലെങ്കിൽ ഐ ഹാവ് ടു ആക്വയർ ദാറ്റ്. എനിക്ക് ഈ കഴിവെല്ലാം, ഈ ലക്ഷണങ്ങളെല്ലാം ഉണ്ടാവണമെന്നില്ല. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് മറ്റൊന്നും കൂടിയാണ്. എനിക്കിതെല്ലാം എടുക്കുക, എൻ്റെ ബോധത്തിനെ ഇതൊക്കെ എടുത്തുകൊണ്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. ഗട്ട് ഫീലിങ്സ് വളരെ ആക്യുറേറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ അതായത് ഈ ഉള്ളിൽ നിന്ന് വരുന്നതായിട്ടുള്ള തോന്നലുകൾ. ഇപ്പോൾ പലപ്പോഴും ഈ ഇൻറ്റ്യൂഷനെയും മനുഷ്യൻ്റെ ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയറുകളൊക്കെ ഉണ്ട്. ഇമ്പൾസിവിറ്റിയും ഇൻഡ്യൂഷനും തമ്മിൽ മാറിപ്പോകാൻ പാടില്ല. ഇൻഡ്യൂഷൻ എപ്പോഴും റൈറ്റ് ആയിരിക്കും. ഇമ്പൾസിവിറ്റി പലപ്പോഴും നമ്മളെ കുഴിയിൽ ചാടിക്കാനുള്ള സാധ്യത വളരെ അധികമാണ്. എപ്പോഴും അത് തെറ്റാണെന്നും അല്ല ഞാൻ പറയുന്നത്. അപ്പം ആ ഒരു വേർതിരിവുകൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കണം. അത് അവനവൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞ് നോക്കുന്ന ഒരു മനുഷ്യന് മാത്രമേ ആ വേർതിരിവുകളെയൊക്കെ സ്വയം ഇൻട്രോസ്പെക്ട് ചെയ്യാനും അനലൈസ് ചെയ്യാനും റിഫ്ലക്റ്റ് ചെയ്യാനും ഏതായിരുന്നു എൻ്റെ ഇൻഡ്യൂഷൻ, ഏതായിരുന്നു എൻ്റെ ഇൻസൈറ്റ്, ഏതായിരുന്നു എൻ്റെ ആഹാ എക്സ്പീരിയൻസ്, ഏതായിരുന്നു എൻ്റെ ഇൻസൈറ്റ് ലേണിംഗ്, അല്ലെങ്കിൽ ഏതായിരുന്നു എൻ്റെ ഈ പറയുന്നതായിട്ടുള്ള ഇമ്പൾസിവിറ്റിയുടെ പുറത്ത് വന്നതായിട്ടുള്ള ഇൻസ്റ്റിങ്ച്വൽ ആയിട്ടുള്ള കാര്യം, ഇതൊക്കെ നമ്മൾ സ്വയം തിരിച്ചറിയേണ്ട കാര്യമാണ്. ഇങ്ങനെയുള്ള അവസരങ്ങളിൽ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഡ്രീംസ് എന്ന് പറയുന്നത് വെറും ഒരു ഫാൻറ്റസി മാത്രമല്ല. ഡ്രീംസ് പലപ്പോഴും ഒരു ഗൈഡൻസ് ആയിട്ട്, ഒരു സിംബോളിസമായിട്ട്, ഒരു സന്ദേശമായിട്ടൊക്കെ വ്യാഖ്യാനിച്ചെടുക്കാനും മനസ്സിലാക്കാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ്. എങ്കിലും അതിനെ ഓവർ ഡിപ്പെൻഡൻറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷേ അത് ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഈ സ്വപ്നത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത് വ്യത്യസ്തമാണ് എന്നുള്ളതാണ്. അത് ആ വ്യക്തിക്ക് അയാളുടെ ജീവിതം അറിയത്തുള്ളൂ. അതുമായിട്ട് തട്ടിച്ച് എന്തുകൊണ്ട് ഞാനിത് കണ്ടു, എന്താണ് ഇതിലുള്ള സന്ദേശം എന്നുള്ളത് സ്വയം ഒന്ന് അപഗ്രഥിക്കാനായിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കുറേ ഇൻസൈറ്റ്സ് കിട്ടും. ഈ ഡ്രീംസ് പല രീതിയിലും വരും. നമുക്ക് ആത്മീയമായിട്ടുള്ള സ്വപ്നങ്ങളും വരും, നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടും വരും. മനസ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ അവിടെ ഫിസിയോളജി ആൻഡ് നമ്മുടെ മനസ്സ്, നമ്മുടെ ഭൗതികമായിട്ടുള്ള ശരീരവും മനസ്സും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്വപ്നമായിരിക്കും. എന്നാൽ ആത്മീയമായിട്ട് വരുമ്പോൾ ആ സ്വപ്നത്തിൻ്റെ ലെവല് വേറൊരവസ്ഥയിലേക്കായിരിക്കും. ഈ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട സ്വപ്നങ്ങൾ എന്ന് പറയുന്നത് ചിലപ്പോൾ നൈമിഷികമായിരിക്കും, അല്ലെങ്കിൽ ആ സ്വപ്നങ്ങൾ നമ്മൾ പാടെ മറന്നു പോകാനുള്ള സാധ്യത വളരെയധികമാണ്. പക്ഷേ ആത്മീയമായിട്ടുള്ള സ്വപ്നം എന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ ഓർത്തിരിക്കും എന്നുള്ളതാണ്. അത് പല സന്ദർഭങ്ങളിൽ ചിലപ്പോൾ ജീവിതത്തിൻ്റെ ഒരു സർട്ടൻ ഏജ് വരെ നമുക്കൊന്നും അതിനെക്കുറിച്ച് വ്യാഖ്യാനിക്കാനോ മനസ്സിലാക്കാനോ സാധിക്കില്ല എന്നുള്ളതാണ്. ഇതിലേക്കൊന്നും ഓവറായിട്ട് ഡിപ്പെൻഡൻറ്റ് ചെയ്യേണ്ട. നിങ്ങൾ ഓർക്കേണ്ട കാര്യം നിങ്ങൾ ഓർത്തിരിക്കും. അത് പ്രപഞ്ചത്തിൻ്റെ ഒരു റൂളാണ്. നിങ്ങൾക്ക് എപ്പോഴാണോ അതിൻ്റെ ഉത്തരം കിട്ടേണ്ടത് അത് കിട്ടേണ്ട സമയത്ത് കിട്ടുകയും ചെയ്യും. ഇത്തരത്തിലുള്ള ആത്മാക്കളെ സംബന്ധിച്ചിടത്തോളം അവർ കൃത്യമായിട്ട് ഗൈഡൻസ് വേണ്ട ആളുകളെ അട്രാക്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഹീലിംഗ് വേണ്ട, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഗൈഡൻസ് വേണ്ട, നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഇൻസൈറ്റുകൾ കിട്ടേണ്ടതായിട്ടുള്ള, സഹായം വേണ്ടതായിട്ടുള്ള വ്യക്തികൾ അവർ നിങ്ങളുടെ അടുത്തേക്ക് എത്തപ്പെടും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിൽ നിന്ന് സഹായം കിട്ടാനായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടുള്ള വ്യക്തികൾ നിങ്ങളെ രക്ഷിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. കാരണം അവർ നിങ്ങളെയാണ് രക്ഷകനായിട്ട് അല്ലെങ്കിൽ രക്ഷകയായിട്ട് കാണുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് വേണം അവരുമായിട്ട് ഇടപെടാൻ. അവർ ചിലപ്പോൾ നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലായിരിക്കും ചിലപ്പോൾ വരുന്നത്. അവർ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പാർട്ട്ണറുടെ രൂപത്തിലായിരിക്കും വരുന്നത്. അവർ ചിലപ്പം മറ്റെന്തെങ്കിലും രൂപത്തിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ അധ്യാപകന്റെ രൂപത്തിൽ പോലും ആയിരിക്കും വരുന്നത്. അവിടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ടത് ദീസ് പീപ്പിൾ ആർ നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് മീ, അല്ലെങ്കിൽ ഞാൻ അവരെയാണ് ഹെൽപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ അവരിൽ നിന്ന് രക്ഷ പ്രതീക്ഷിക്കുമ്പോൾ നമ്മൾ നിരാശരായി പോകും. അപ്പം നമ്മൾ സ്വയം, നമ്മൾ മാത്രം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഈ പറയുന്ന തുഴഞ്ഞുകൊണ്ട് പോകുന്നതായിട്ടുള്ള വ്യക്തി എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും വളരെ ഉള്ളിൽ തകർന്ന മനുഷ്യർ നമ്മുടെ മുന്നിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം അവർ നാച്ചുറലി നമ്മളെ ട്രസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങളുടെ പ്രസൻസ് മാത്രം മതി അവർക്ക് കാംനെസ് നൽകുവാനായിട്ട്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നമുക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളത്. അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട യാതൊരു കാര്യവുമില്ല. നിങ്ങളുടെ പ്രസൻസ് അവിടെ ചെയ്തു കഴിഞ്ഞു, അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി ചെയ്യും എന്നുള്ളതാണ്. ജീവിതത്തിന്റെ ഓരോ ബ്രേക്ക് ത്രൂവിന് മുന്നിലും ഒരുപാട് ഓബ്സ്റ്റക്കിൾസ് ഫേസ് ചെയ്യും എന്നുള്ളതാണ്. ഇതൊക്കെ നെക്സ്റ്റ് എലവേഷന് മുന്നോടിയായിട്ടുള്ള ടെസ്റ്റുകൾ മാത്രമാണ്. ഈ ടെസ്റ്റ് എന്ന് പറയുന്നത് സ്കൂളിലും കോളേജിലും മാത്രമുള്ളതല്ല. നമ്മൾ പ്രപഞ്ചത്തിലേക്ക് നോക്കുകയാണെങ്കിലും പ്രകൃതിയിലേക്ക് നോക്കുകയാണെങ്കിലും അവിടെ ഫിറ്റസ്റ്റ് ആണ് സർവൈവ് ചെയ്യുന്നത് എന്നുള്ളൊരു തത്വം സയന്റിഫിക് ആയിട്ട് തന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്.
പ്രപഞ്ചം നമ്മളുടെ ശക്തി പരീക്ഷിക്കുകയാണ്. ശക്തൻ ആണെങ്കിൽ മാത്രമേ അടുത്തതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തിത്വങ്ങൾക്ക് കൂടുതൽ ട്രെയിനിങ് കിട്ടാനുള്ള സാധ്യത വളരെ അധികമാണ്. ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ മെറ്റീരിയലിസ്റ്റിക് ലൈഫ് എന്ന് പറയുന്നത് ഏറ്റവും ശ്രേഷ്ഠമായിട്ട് പരിഗണിക്കുന്ന ഒരു കാര്യമല്ല. മെറ്റീരിയലിസ്റ്റിക് ലൈഫിനപ്പുറത്തേക്ക് സ്പിരിച്വൽ ലൈഫ് എന്നുള്ളതാണ് പ്രാധാന്യം കൊടുക്കുന്നതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് മാറ്റർ, ഇറ്റ്സ് അബൌട്ട് സ്പിരിറ്റ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മെറ്റീരിയലിസ്റ്റിക് ലൈഫുമായിട്ട് ഡിസ്കണക്റ്റഡ് ആയതുപോലെ തോന്നിയേക്കാം, അല്ലെങ്കിൽ ആ ഒരു ലൈഫിനെ വേറെ ആംഗിളിലായിരിക്കും നോക്കിക്കാണുന്നത്. മറ്റുള്ളവരൊക്കെ ഇങ്ങനെ പഠിക്കണം, ജോലി മേടിക്കണം, അങ്ങനെ പോകണം ഇങ്ങനെ പോകണം എന്നൊക്കെ പറഞ്ഞ് ആ മെറ്റീരിയലിസ്റ്റിക് ലൈഫിന് വേണ്ടി മാത്രം ജീവിക്കുന്ന സമയത്ത്, അതായത് ചില ആളുകളുണ്ട് ജോലി ചെയ്യാൻ വേണ്ടി ജീവിക്കുന്ന പോലെ. യഥാർത്ഥത്തിൽ നമ്മൾ എന്തിനാണ് ജോലി ചെയ്യുന്നത്? നമുക്ക് ജീവിക്കാൻ വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ ആ ഒരു വീക്ഷണത്തിനെ കൂടുതൽ ഡിറ്റാച്ച് ആക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹയർ പെർസ്പെക്റ്റീവിൽ നമുക്ക് ലൈഫിനെ നോക്കിക്കാണാനായിട്ട് സാധിക്കുകയും ജോലിക്ക് വേണ്ടി ജീവിക്കുന്നതായിട്ടുള്ള വ്യക്തികളെക്കാൾ കൂടുതൽ വരുമാനം ഒരുപക്ഷെ ഇത്തരത്തിൽ സെലക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികൾക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കുമെന്നുള്ളതാണ് വളരെ ഈസി ആയിട്ട്. ബിക്കോസ് നമ്മളൊരു കാര്യത്തിനെ വലിയ സംഭവമായിട്ട് കാണുകയാണെങ്കിൽ നമുക്കതിനെ കീഴ്പ്പെടുത്താൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ ജീവിതത്തിനെ വളരെ സിമ്പിളായിട്ട് കാണുന്ന വ്യക്തികൾക്ക് വളരെ സിമ്പിളായിട്ട് അവർ ജീവിതത്തിനെ കീഴ്പ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിത്വങ്ങളെ ഇംപ്രസ് ചെയ്യിപ്പിക്കുകയില്ല. എല്ലാ കാര്യത്തിനും അതിൻ്റെ മീനിങ് ആണ് നോക്കുന്നത്, പണത്തിനപ്പുറത്തേക്ക്. അതായത് അത്തരത്തിലുള്ള വ്യക്തികൾക്ക് പണം ഉണ്ടാക്കണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ പോലും മീനിങ് ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളിൽ കൂടെ മാത്രമേ പണം ഉണ്ടാക്കുകയുള്ളൂ. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കുന്നത് പോലും അവർക്ക് താല്പര്യമുണ്ടാകണം എന്നില്ല. കാരണം അങ്ങനെ ഉണ്ടാക്കുന്ന പണത്തിന് ഒരു ത്രില്ലില്ലല്ലോ എന്നുള്ളൊരു ചോദ്യമായിരിക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റായിട്ടുള്ള മാർഗങ്ങളിലൂടെയൊക്കെ ഒരുപാട് പണം ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഉണ്ടാകുന്ന പണത്തിന് എന്ത് ത്രില്ലാണുള്ളത്? ട്രൂ ആയിട്ടുള്ള വഴിയിൽ കൂടെ പണം ഉണ്ടാക്കുന്ന സമയത്ത്, ഗ്രോത്ത് ഉണ്ടാക്കുന്ന സമയത്ത്, അസറ്റ് ഉണ്ടാക്കുന്ന സമയത്ത്, ആ ഒരു സറൗണ്ടിങ്ങുകൾ ഉണ്ടാക്കുന്ന സമയത്ത്, അതാണ് പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള യഥാർത്ഥത്തിലുള്ള അബണ്ടൻസ് എന്ന് പറയുന്നത്. വഴിയരികിൽ അല്ലെങ്കിൽ പാറപ്പുറത്തൊക്കെ വീണ വിത്ത് പെട്ടെന്ന് മുളയ്ക്കും, പിന്നെ അത് വാടിപ്പോകുന്നുള്ളതാണ്. പക്ഷേ വൻ വൃക്ഷമായിട്ട് മാറുന്നത് കൃത്യമായിട്ടുള്ള മണ്ണിൽ ആഴത്തിൽ വേരിറക്കിക്കൊണ്ട് മറ്റ് സറൗണ്ടിങ്സ് ഒക്കെ അനുകൂലമായിട്ട് വരുന്നതായിട്ടുള്ള വ്യക്തിത്വങ്ങളാണ് എന്നുള്ളതാണ്. വൻമരങ്ങൾ അത്ര എളുപ്പത്തിൽ കടപുഴകി വീഴുകയുമില്ല. വൻമരങ്ങൾ വീഴുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ കാണുന്നത് പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ പെട്ടെന്ന് മുളച്ചു വരുന്നതായിട്ടുള്ള വിത്തുകൾ തന്നെയാണ്. പുറത്തുള്ള സ്റ്റാറ്റസിനേക്കാളും ഇന്നർ റിച്ച്നെസ് ആണ് പ്രധാനമെന്നുള്ളതാണ്. ചില വ്യക്തികളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടായിരിക്കും, അതായത് വളരെ ശാന്തമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ടുള്ള വേഷവിധാനങ്ങൾ, ചിലപ്പോൾ പൊട്ടിയ ചെരുപ്പായിരിക്കും, കീറിയ വസ്ത്രമായിരിക്കും, എന്തു തന്നെയാണെങ്കിലും സിമ്പിളായിട്ടുള്ള രീതിയിൽ പോകുന്നതായിട്ടുള്ള വ്യക്തികൾ. കാരണം അവർ ഉള്ളിലെ റിച്ച്നെസ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ഉള്ളിലാണ് യഥാർത്ഥ ധനം എന്നുള്ളത് അവർ കണ്ടെത്തിയിരിക്കുന്നു. എന്നാൽ പുറത്തുള്ള സ്റ്റാറ്റസിന് വേണ്ടി അവർ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അത് അവർക്ക് ഇതൊന്നും മേടിക്കാനുള്ള പണമില്ലാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവസ്ഥകളില്ലാത്തത് കൊണ്ടോ ആയിരിക്കണമെന്നില്ല. കാരണം അവർ ആ സ്റ്റാറ്റസ് എന്ന് പറയുന്ന സംഗതിക്ക് അത്രമാത്രമേ വില കൽപ്പിക്കുന്നുള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. ഇത്തരത്തിലുള്ള തിരഞ്ഞെടുക്കപ്പെട്ടതായിട്ടുള്ള വ്യക്തികളെ സൈലൻസും സോളിറ്റ്യൂഡുമാണ് റീചാർജ് ചെയ്യുന്നത്. നിശബ്ദതയും അല്ലെങ്കിൽ ഒറ്റയ്ക്കായിരിക്കുന്നുള്ള അവസരങ്ങളിൽ അവർക്ക് കൂടുതൽ എനർജി കിട്ടുന്നതായിട്ട് തോന്നുകയാണ്. ഞാൻ മുൻപ് ഇതിനെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട് ഇവിടെ വിശദീകരിക്കുന്നില്ല. ജനക്കൂട്ടം ചിലപ്പോൾ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്തേക്കാം. ബട്ട് ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്ത് കൂടുതൽ ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ നിഗമനത്തിലേക്കും അല്ലെങ്കിൽ നിങ്ങളുടെ വർക്കൊക്കെ ചെയ്യാനായിട്ട് സാധിക്കുന്നുമുണ്ടാകാം. ഈ ഒറ്റയ്ക്കായിരിക്കുന്ന അവസരങ്ങളിൽ ഇത്തരത്തിലുള്ള വ്യക്തികൾ നന്നായി റീചാർജ് ചെയ്തു വന്നിട്ട് അവർ ക്രൗഡിനെ നിയന്ത്രിക്കുകയാണ്. കാരണം സ്പിരിച്വൽ അലൈൻമെന്റ് സാധിക്കുന്നത് സൈലൻസിലാണ്. നന്നായിട്ട് ഗൃഹപാഠം ചെയ്തു വരുന്ന വക്കീലാണ് കോടതിയിൽ വിജയിക്കുന്നത്. അല്ലാതെ ജനക്കൂട്ടത്തിന്റെ ജൽപ്പനങ്ങൾ കേട്ടുകൊണ്ടുവരുന്ന വ്യക്തികളല്ല കോടതിയിൽ വിജയിക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ തന്നെ പല കാര്യങ്ങളിലും നന്നായിട്ട് പഠിച്ചു വരുന്ന അധ്യാപകൻ നന്നായിട്ട് ക്ലാസ് എടുക്കുന്നു. എന്നാൽ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വരുന്ന അധ്യാപകന് ഡീപ്പായിട്ട് കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കുന്നില്ല, കുട്ടികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. സോ നമ്മൾ ഏത് ഫീൽഡിലാണെങ്കിലും ഏത് തരത്തിലുള്ള വ്യക്തികളാണെങ്കിലും ഇത്തരത്തിൽ സൈലൻസിൽ ഗൃഹപാഠം ചെയ്തിട്ട് നമ്മൾ കർമ്മത്തിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ കൂടുതൽ പവർഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. എല്ലാത്തിലും ഉപരിയായിട്ട് യു സെൻസ് ദ ഷിഫ്റ്റ് ഈസ് ഹാപ്പനിങ്. ഈ പറയുന്ന ഗ്ലോബൽ ഷിഫ്റ്റ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു അവബോധം നിങ്ങൾക്കുണ്ടാകണം. ബിക്കോസ് ഈ ചേഞ്ച് എന്ന് പറയുന്ന കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ എല്ലാം മാറിക്കൊണ്ടേയിരിക്കുന്നു. ചിന്തകൾ മാറുന്നു, നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുന്നു, നിങ്ങളുടെ ഫ്രീക്വൻസി റൈസ് ചെയ്യുന്നു. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഈ ചേഞ്ച് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ പ്രപഞ്ചത്തിൽ പാറ്റേണുകൾ എന്ന് പറയുന്നത്. ഏഞ്ചൽ നമ്പേഴ്സ് ലൈക്ക് 1111, അതേപോലെ തന്നെ 222 അല്ലെങ്കിൽ 2222, അങ്ങനെ ആ നമ്പേഴ്സിന്റെ കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഈ നമ്പറുകൾ മാത്രമല്ല, പ്രപഞ്ചത്തിൽ എവിടെയും നിങ്ങൾക്ക് പാറ്റേൺ കാണാനുള്ള ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ
നിങ്ങൾക്ക് മറ്റുള്ള വ്യക്തികളെ കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള പ്രസ്ഥാനങ്ങളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. മറ്റുള്ള അജണ്ടകളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ചതിക്കുഴികളെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കാരണം നിങ്ങൾ പാറ്റേൺ കണ്ടിട്ടുണ്ട്. എവിടെയാണോ ഒരു അബ്നോർമാലിറ്റി ഉണ്ട് അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ ഒരു എബിലിറ്റി വളർത്തുന്നതിലൂടെയുള്ള, ഈ ഒരു ആത്മീയ ഗുണം വളർത്തുന്നതിലൂടെയുള്ള ഏറ്റവും വലിയ ഒരു റിസൾട്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. പ്രപഞ്ചം നമ്മളോട് സംവദിക്കുന്നത് പാറ്റേണുകളിൽ കൂടെയാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അലൈൻമെന്റിൽ ഇരിക്കുന്ന സമയത്താണ് പ്രപഞ്ചത്തിന്റെ സിഗ്നൽസ് നമുക്ക് കിട്ടുന്നുള്ളൂ. ബിക്കോസ് നമ്മളെ തന്നെ ആ പാറ്റേണുമായിട്ട് അലൈൻ ചെയ്യിപ്പിക്കുന്ന സമയത്താണ്. നമ്മുടെ പാറ്റേൺ ഏതാണ്? നമ്മുടെ കർമ്മം, നമ്മുടെ കർമ്മത്തിൻ്റെതായിട്ടുള്ള ട്രാക്ക്, ഡെസ്റ്റിനി, അതിൻ്റെ നമ്മുടെ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ ട്യൂൺ ഇൻ ചെയ്യുന്നുണ്ടോ, ദെൻ യു ആർ ഇൻ ദ പാറ്റേൺ എന്നുള്ളതാണ്. എവരിവെയർ ഇൻ ദ യൂണിവേഴ്സ് നമുക്ക് പാറ്റേൺ കാണാനായിട്ട് സാധിക്കും. ആ പാറ്റേൺ ഇല്ലാതെ ഇവിടെ എക്സിസ്റ്റൻസ് ഇല്ല എന്നുള്ളതാണ്. ഇങ്ങനെ നമ്മൾ അലൈൻമെന്റിലായിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ പർപ്പസ് മോഡ് ടേൺ ഓൺ ആയിട്ട് വരികയാണ്. പല ആളുകളും എന്നോട് ചോദിച്ചിട്ടുണ്ട്, എങ്ങനെ എൻ്റെ കർമ്മം, എൻ്റെ ആത്മാവിൻ്റെ പർപ്പസ് കണ്ടെത്താം? അതിനുള്ള ആൻസർ എനിക്ക് ഒരു വീഡിയോയിലൂടെ പറയാനായിട്ട് സാധിക്കില്ല. ബട്ട് ഈ കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും, ഞാൻ മുൻപ് പറഞ്ഞതായിട്ടുള്ള ഒരുപാട് ഡീപ്പറായിട്ടുള്ള കാര്യങ്ങളുണ്ട്, അത് കേൾക്കുന്ന സമയത്തും, ഇനി അങ്ങോട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തും നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾക്ക് നിങ്ങളുടെ പർപ്പസ് കണ്ടെത്തണം, നിങ്ങൾക്ക് നിങ്ങളുടെ കർമ്മം കണ്ടെത്തണം എന്നുള്ള ആഗ്രഹം നിങ്ങൾ ഉള്ളിൽ കൊണ്ടു നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടെത്തുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഏജ്, നിങ്ങളുടെ പണം, നിങ്ങളുടെ സ്റ്റാറ്റസ്, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ വിദ്യാഭ്യാസം, ഇതൊന്നും അതിനെ ബാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളല്ല. നിങ്ങൾക്കുള്ളിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചം അതിനുവേണ്ടിയുള്ള ഗൂഢാലോചന നടത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യണമെന്ന് വിചാരിച്ച് ഒത്തിരി ഒച്ചയും ബഹളവും ഉണ്ടാക്കുന്ന ആളുകളുണ്ട്. ക്യാമ്പയിനുകൾക്ക് ആഹ്വാനം കൊടുക്കുന്ന ആളുകളുണ്ട്. ഇവരാണോ യഥാർത്ഥത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് അല്ലെങ്കിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന ആളുകൾ? ഞാൻ പറയുന്നു, യു ഇൻസ്പയർ അതേഴ്സ് വിത്തൗട്ട് എനി കൈൻഡ് ഓഫ് ദീസ് ട്രയൽസ്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിശ്രമങ്ങളില്ലാതെ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ വാക്കുകളുടെ ഇമ്പാക്റ്റ്, നിങ്ങളുടെ എനർജി തന്നെ അവർക്ക് മോട്ടിവേഷനായിട്ട് മാറുകയാണ്. നിങ്ങളുടെ പ്രസൻസിനെ ആളുകൾ എപ്പോഴും ഓർത്തിരിക്കുന്നു. നിങ്ങളെ അവർ വിളിക്കുന്നുണ്ടാകില്ല, നിങ്ങളെ അവർ കാണുന്നുണ്ടായിരിക്കില്ല, പക്ഷേ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ വരുന്ന സമയത്തും നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അനുഭവങ്ങൾ, അതിനെ അവർ തീർച്ചയായിട്ടും ഓർത്തെടുക്കും എന്നുള്ളതാണ്. അതാണ് യഥാർത്ഥത്തിലുള്ള ഇൻസ്പിരേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ മറ്റുള്ളവരെ മാറ്റാനായിട്ടോ ഇൻസ്പയർ ചെയ്യാനോ മോട്ടിവേറ്റ് ചെയ്യാനോ ഒന്നും നമ്മൾ ചെയ്യുന്നില്ല. നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞുകൊണ്ട് നമ്മുടേതായിട്ടുള്ള കർമ്മം കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ പർപ്പസ് മനോഹരമായിട്ട് ചെയ്തുകൊണ്ട് വെറുതെ അങ്ങനെ സൈലൻ്റ് ആയിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ലോകത്തിനെ വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ ഷെയ്ക്ക് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ പറയുന്ന കളക്റ്റീവ് എവല്യൂഷൻ്റെ, അസെൻഷൻ്റെ, അല്ലെങ്കിൽ ലോകത്തിൽ മൊത്തമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഈ സ്പിരിച്വൽ ഷിഫ്റ്റിൻ്റെ ഭാഗമായിക്കൊണ്ട് പുതിയ കാര്യങ്ങൾ ആക്വയർ ചെയ്തുകൊണ്ട് ജീവിതത്തിൽ ഭൗതികമായിട്ടും ആത്മീയമായിട്ടും മാനസികമായിട്ടും വിജയിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നടത്തം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ മരിച്ച് നമ്മുടെ ഈ ശരീരം ഇവിടെ നിന്ന് മരിച്ചിട്ടുണ്ടെങ്കിലും നമ്മുടെ ആത്മാവിൻ്റെ ആ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലത്തേക്ക് നമ്മൾക്ക് ശരിതെറ്റുകളുടെ അപ്പുറത്തേക്കുള്ള ലോകത്ത് വെച്ച് നമ്മൾ വീണ്ടും കണ്ടുമുട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. നമസ്തേ.